ഇതാണ് നമ്മൾ ഈ നാടകം അവതരിപ്പിക്കണ സ്ഥലേ. പിന്നെ നമ്മുടെ നമ്മൾ എന്തായാലും ഈ പഞ്ചായത്തിൽ തന്നെ തെരുവ് നാടകം തുടങ്ങണം. കാരണം നമ്മുടെ നാടകം മദ്യത്തിനെതിരെയുള്ള ഇതാണല്ലോ. അടിച്ച് ഫിറ്റായിട്ട് ഒരുത്തം കിടക്കണം നോക്കിയേ. അച്ഛനെ എനിക്ക് തോന്നേ നമ്മുടെ നാടകം പൊളിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് തകർക്കാൻ വേണ്ടിയിട്ടും ആരോ ഒരു കുടിയനെ ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നതാണോ തോന്നുന്നത്. അത് ശരിയാ. വേറൊരു കാര്യമുണ്ട്, ഈ നാടകം എന്റെ ഒരു പുതിയ സൃഷ്ടിയായതുകൊണ്ട് എന്തായാലും സാധനം കയറും. ആശാന്റെ ഒരു പഴയ സൃഷ്ടിയുണ്ടല്ലോ മലപ്പുറത്ത്, രാജുവോ രഘുവോ, അതിന് കഞ്ഞിയും വെള്ളം വല്ല കൊടുക്കണുണ്ടാ? എടാ ഈ കലയെന്ന് പറയണ അങ്ങനെയാണ്, നമ്മൾ വികസിപ്പിച്ചെടുക്കണം ഈ സാധനം. കല മാത്രമേ വികസിപ്പിക്കാവുള്ളൂ കേട്ടോ. ഞാൻ കാര്യം എന്റെ ഒരു പുതിയ സൃഷ്ടി ആയതുകൊണ്ട് നമ്മൾ ഈ മദ്യപനത്തിനെതിരെ ഉള്ള സംഭവമാണല്ലോ ഈ കാണിക്കുന്നത്. ആശാനെ പിന്നെ എത്ര വർഷമായി ആശാൻ ഈ നാടാൻ തുടങ്ങിയിട്ട്? 10-15 വർഷമായി. ഇത്രയും വർഷമായിട്ട് ആശാൻ ഒരു 10 സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റിയിട്ടുണ്ടോ? നീ വന്ന് നമ്മൾ എന്താ കളിക്കണത്? തെരുവ് നാടകം. എവിടെയാ കളിക്കണത്? പിന്നെ എന്തിനാണ് 10 സെന്റ് സ്ഥലം? മദ്യത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള തെരുവ് നാടകമാണ് എന്റെ സൃഷ്ടിയിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ മോനേട്ടാ നമ്മൾ എന്നതാ കളിക്കുന്നേ? തെരുവ് നാടകം. തെരുവ് നാടകം. അപ്പൊ ആ സ്റ്റൈല് വിളിച്ചാലേ അവൻ എഴുന്നേക്കുള്ളൂ. എന്നെ മാളാരം എന്തിനാ നമ്മളെ ചമ്മിക്കാണോ? നിങ്ങളൊക്കെ ആരാടാ? നാടകക്കാരാണ് ഞങ്ങള്, തെരുവ് നാടകമാ. മദ്യം കഴിക്കാതെ നിങ്ങൾ മുട്ടയും പാലും കഴിക്കേ. തെരുവ് നാടകമാ. മദ്യം കഴിക്കാതെ നിങ്ങൾ മുട്ടയും പാലും കഴിക്കേ. ഇവൻ കമോൺ എവരിബഡി എന്നും പറഞ്ഞ് നമ്മൾ റിഹേഴ്സൽ കളിച്ച പോലെ ശരിയാവില്ല കേട്ടോ. സ്റ്റേജ് നല്ല തട്ടേ കളിക്കുമ്പോ പഞ്ചായത്തിലെ ആൾക്കാർ വരുമ്പോൾ ഇത് ഇവിടെ എന്താ സംഭവം എന്നറിയാമോ? ഈ പഞ്ചായത്തിൽ മദ്യപാന്മാരുടെ എണ്ണം കൂടുന്നു. അതിന് മനോഹരന്റെ നേതൃത്വത്തിൽ മദ്യത്തിനെതിരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഒരു നാടകവുമായിട്ട് വന്നതാണ് ഞങ്ങൾ. ബോധവൽക്കരിച്ചോ? ഒരു കാര്യം ബോധമില്ലാത്ത ഇവിടെ വന്നെന്തിനാണ്? പറയാം. മോനിങ്ങനെ മദ്യപിക്കരുത്. നീയാണോ തീരുമാനിക്കുന്നത്? എടാ ഞാൻ പണിയെടുക്കണ കാശ് കൊണ്ട് ഞാൻ മദ്യപിക്കണത്. എന്റെ കാര്യത്തിൽ ഇടപെടരുത്. എനിക്കറിയാം എന്റെ കാര്യം തിരക്കാൻ കേട്ടാ. അവന് എഴുന്നേറ്റ മോനെ, മദ്യം എന്ന് പറയുന്നത് ഒന്നിനും ഒരു മോനെ. അശൻ മനോഹരനാശൻ പറഞ്ഞ കേക്ക്, മദ്യം ഒന്നിനും ഒരു പരിഹാരമല്ല. മദ്യം കഴിച്ചാൽ നമ്മുടെ കുടുംബം നഷ്ടപ്പെടും. നമ്മുടെ ഭാര്യയും കുട്ടികളും നഷ്ടപ്പെടും. ജീവിതം നശിക്കും. നമ്മളെ നാട്ടുകാർ വെറുക്കും. അതുകൊണ്ട് മോനി ആവശ്യമില്ലാത്ത പരിപാടി ചെയ്ത് കേട്ടോ. കിട്ടണ കാശിന് അച്ഛനും അമ്മയൊക്കെ സംരക്ഷിച്ച് കുടുംബമൊക്കെ നോക്കി നല്ലോണം ജീവിക്കണം കേട്ടോ. നിങ്ങൾ പറയുമ്പോൾ ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റിയല്ല. പെട്ടെന്ന് നിർത്തണ്ട, പയ്യെ പയ്യെ നിർത്താം. അങ്ങനെ നിർത്തിയാൽ മതി. അങ്ങനെ നിർത്തിയാൽ മതി. ഈ നാടകം ഉണ്ടല്ലോ, ഈ നാടകം കണ്ടു കഴിഞ്ഞാൽ മോൻ ജീവിതത്തിൽ മദ്യപിക്കില്ല. ഞാനാണ് പറയുന്നത്. ശ്രമിക്കാം. ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെടുത്തിയതാണ് ഞാൻ ഈ നാടകത്തിലൂടെ. മുന്നിൽ മദ്യപിക്കരുത്. ഈ നാടകം അവിടെ ഇരുന്ന് കാണണം. ഓക്കെ കേട്ടോ? ഞങ്ങൾ ഈ നാടകം ആരംഭിക്കാം കേട്ടോ. ശരി, മോനവിടെ ഇരുന്ന് നാടകം. അതെ, ഈ കരൾ എന്തിയേ? നിന്റെ കരളല്ലേ ഞാൻ, പിന്നെ നീ എന്തിനാണ് അവരുടെ മുമ്പ് വെച്ച് ചോദിക്കണത്? അതല്ലെന്നേട്ടാ, ലിവർ വണ്ടിയുടെ തിരുപ്പുണ്ട് പരിപാടി കഴിയുമ്പോ. അതല്ലെന്ന്, നമ്മൾ പേരൊക്കെ എഴുതി കെട്ടി തൂക്കിക്കൊണ്ട് വന്നില്ലേ നേരത്തെ? പ്ലക്കാർഡ്. നിന്റെ കഴുത്തിൽ ഇപ്പൊ പ്ലക്കാർഡല്ല തൂക്കേണ്ടത്. പിന്നെന്താ? എന്റെ കൈ കൊണ്ടൊരു താലിയാണ്. എന്നാ പിന്നെ അങ്ങ് താമസിക്കാതെ വെച്ച് കെട്ടിക്കൂടായോ? മദ്യത്തിനെതിരെ നാടകം കളിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്, അല്ലാതെ പ്രേമ നാടകം കളിക്കാനല്ല. സത്യം പറഞ്ഞാൽ എന്തിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്? മദ്യത്തിനെതിരെ ബോധവൽക്കരിക്കാൻ വേണ്ടി തെരുവ് നാടകമാണല്ലോ. ഈ പഞ്ചായത്തിലെ പ്രതിപക്ഷം എനിക്കെതിരെ അടുത്ത ദിവസം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പോവാ. ഇതിലെങ്കിലും എനിക്കൊന്ന് പിടിച്ചു കയറണം. അതിനാണ് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. അതെ, തുടങ്ങിക്കോ. നല്ല ആളാ വന്നിരിക്കുന്നത്. രണ്ടുപേരല്ലേ ഉള്ളു. അതാ പറഞ്ഞത്, ഈ പഞ്ചായത്തിലെ നല്ല ആൾക്കാർ അവർ രണ്ടുപേരും. മദ്യപാനമില്ല, പുകവലിയില്ല, അവർക്ക് യാതൊരു വിധ വൃത്തികെട്ട സ്വഭാവവും ഇല്ല. കുറച്ച് ആൾക്കാരും കൂടെ ഒക്കെ വന്നാലേ ആൾക്കാർ വരും. മനോഹര തുടങ്ങ്. എനിക്കൊരു കമ്പം ഉണ്ടായിരുന്നു. ഏതമ്പലത്തിലാ കമ്പം? അമ്പലത്തിലല്ലെന്ന്, പിന്നെ എന്താ പരിപാടിക്ക് മുമ്പ് ചെറിയൊരു സഭാകമ്പം ഉണ്ട്. അതുകൊണ്ടല്ല നിങ്ങളൊന്നും കൂടെ വന്നോ. അറിയാലോ, ഞാൻ സ്റ്റേജ് കയറുന്ന മുമ്പ് രണ്ടെണ്ണം അടിക്കുന്നു.
മദ്യത്തിനെതിരെ ബോധവൽക്കരണം എന്ന നാടകം. അതിന് ഇത് മദ്യപിച്ച് കഴിഞ്ഞാൽ ശരിയാവൂ? അതൊന്നും കാര്യമില്ല, എനിക്ക് 2 അടിക്കാൻ ശേഖരം മനോഹര കാര്യം എന്താന്ന് പറയാം. എത്രയും പെട്ടെന്ന് നാടകം തുടങ്ങണം. എന്നാ സാറേ, അത് മനോഹരനാണ് ഇതിന്റെ മെയിൻ നടൻ. അതെ, ഞങ്ങളൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് ചെറിയ നടന്മാരാണ്. അറിയാലോ. പുള്ളിക്ക് കയറുന്നതിന് മുമ്പ് പുള്ളിക്ക് 2 ബെഗ് അടിച്ചാലേ ആ സഭാകം മനോഹര എന്നാ വർത്താനം പറയുന്നത്? കയ്യും കാലൊക്കെ വിറക്കുന്ന സ്റ്റേ നമ്മൾ സ്ഥിരം ശീലിച്ചു പോയോണ്ടാണ്. ഒരു സാധനം പെട്ടെന്ന്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആരും അറിയാതെ കൈകാര്യം ചെയ്യണം. നിങ്ങൾ സാധനം മേടിക്കുന്ന ആളെ പറഞ്ഞു ഇല്ല, നാടകം തുടങ്ങൂല കേട്ടോ. ഇത് വലിയ ശല്യമല്ലോ. ഇവിടെ താൻ അവിടെ ചെന്നൊരു സാധനം മേടിച്ചോണ്ടോ അഭിപ്രായം പോയി. പെട്ടെന്ന് ആരും കാണരുത്, പെട്ടെന്ന് കൊണ്ടുപോവാ. പ്രസിഡന്റ് എന്താ ഈ പറയണേ? എന്നാ ഈ നാടകം കാണാൻ വന്നിരിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ വിറയന്റെ ഫ്രണ്ടിലുണ്ടാവും. അപ്പൊ പിന്നെ ആരും കാണാതെ എങ്ങനെ ഞാൻ ഈ സാധനം എടുത്തോണ്ട് വരും? ഇവിടെ താൻ ഒരു രാഷ്ട്രീയക്കാരനല്ലേ, ആരും കാണാതെ എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് തന്റെ കഴിവാ. പോയി മേടിച്ചോണ്ട് പാടും. ഇത് നാടകം തുടങ്ങി പെട്ടെ. ആളെ വിട്ടോ തുടങ്ങിക്കോ. നാടകം പകുതിയാകുമ്പോഴല്ലേ ഞാൻ വരുള്ളൂ. അന്നത്തേക്ക് സാധനം പ്രിയമുള്ളവരെ, മദ്യത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന ഒരു തെരുവ് നാടകം ഈ തെരുവിൽ ഞങ്ങൾ അരങ്ങേറുകയാണ്. എല്ലാവർക്കും ഈ നാടകവേദിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞങ്ങൾ ആരംഭിക്കുന്നു. ലഹരി നാടിന് ആപത്ത്. ആപത്ത്, ആപത്ത്, ആപത്ത്. മാളോരെ, ഈ മദ്യപാനിയായ ഈ മദ്യം ഞാൻ കുടിക്കുന്നു. നിന്റെ നെയ്ച്ചോറാണ് ഞാൻ, തലച്ചോറാണ് ഞാൻ. ഇത് നീ കഴിച്ചാൽ ഇത് കൊലച്ചോറാകും. ഈ കാശിന് നീ ഒരു പുതിച്ചോറ് മേടിച്ച് കഴിക്കൂ സഹോദരാ. ഇല്ല, ഞാനിത് കഴിക്കും. അരുത്, നീ കഴിക്കരുത്. നിന്നോട് പറയുന്നത് കരളാണ്. കരളിന്റെ പ്രാധാന്യം എന്താണെന്ന് നിനക്കറിയാമോ? നിന്റെ ശരീരത്തിലെ എല്ലാ ദഹനങ്ങളും വരുത്തുന്നത് കരളാണ്. സഹോദര, നീ മദ്യത്തിൽ കൂടെ നിന്റെ കരൾ നശിച്ചു കഴിഞ്ഞാൽ നിന്റെ കരൾ മാറ്റിവെക്കാൻ കുറഞ്ഞത് നിനക്കൊരു 25 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. സാധാരണക്കാരായ മനുഷ്യ, അത് നിന്റെ ഉണ്ടോ? 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 ഇല്ല, ഞാനിത് കഴിക്കും. അരുതേ, നീ അത് കഴിക്കരുതേ. നിന്നെ അരിച്ചരിച്ച് എന്റെ നടു ഒടിയാറായി. നീ ആ പൈസക്ക് പാലും പഴവും കുടിക്കൂ. ഞാൻ നിന്നോടൊപ്പം എന്നും ഉണ്ടാകും. ഇല്ലേൽ ഞാൻ നിന്നെ വിട്ടു പോകും. ഇല്ല, ഞാനിത് കഴിക്കും. ഇനിയുള്ളത് ഹൃദയം പിളഞ്ഞു മാറി നിൽക്കുക. മനോജ, ഹൃദയമേ വരൂ, ആപത്ത്. അങ്ങനെ മയക്ക് വിളിച്ചാൽ ഞാൻ വരൂല. സാധനം വന്നില്ല വെറുതെ. ഹൃദയമേ, നീ മദ്യം കഴിക്കരുത്. മദ്യം കഴിച്ചാൽ ബൈപ്പാസ് വേണ്ടി വരും. ബൈപ്പാസ് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ഞാൻ വരൂല. എന്റെ ദൈവം, ഈ പ്രസിഡന്റ് സാധനം വന്നോളൂ. നീ കഴിക്കണം. അടിക്കാടി അന്നിട്ട് മതി. അവിടെ ഒന്ന് മറ പിടിച്ചിടല്ലോ. ഇയാൾ എവിടെ പോയി? കൊണ്ടുവാ സാധനം പിടിച്ചു. ഇത് നാട്ടിലെ പേര് അടിക്കണം. എന്റെ ദൈവമേ, എന്റെ കണ്ണു തുറന്നു. കണ്ണു തുറന്ന മദ്യപാനി വരുന്നുണ്ട്. ആ മദ്യക്കുപ്പി അടച്ചോ കേട്ടോ. നല്ല ഉഗ്രം നാടകം. കുളിര് കോരിപ്പോയിരിക്കും. ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. മദ്യപിച്ചാൽ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി മേലാൽ ഞാൻ മദ്യം കൈകൊണ്ട് തൊടത്തില്ല. ഇത് സത്യം. സത്യം പത്തനംതിക്കാരാണ് സത്യം. അത് നാടകം നടത്തിയ നല്ല ഉഗ്രം നാടകം. നാടകം നടക്കട്ടെ. നാടകം നടക്കട്ടെ. വിടുവുള്ളൂ. ഞാനാണ് ഹൃദയം. നീ മദ്യം കഴിച്ചാൽ ഈ ഹൃദയമാണ് സങ്കടപ്പെടുന്നത്. നീ ഹൃദയത്തിനെ തകർക്കുന്നു. തകർക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിനെയാണ് ആദ്യം തകർക്കുന്നത്. എന്നതാ നിങ്ങൾ ഈ പറയുന്നത്? മദ്യം തലച്ചോറിനെയാണോ നശിപ്പിക്കുന്നത്? അല്ല, ഇവൻ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇവൻ ഈ കരളിനെയാണ് നശിപ്പിക്കുന്നത്. അവൻ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ കരൾ എങ്ങനെ നശിക്കും? അവന്റെ കരളെ നശിക്കണം. എന്റെ മനോഹര നാടകത്തിലുള്ള സബ്ജക്റ്റിലെ കരൾ നശിക്കും. അവന്റെ കരൾ ഞാനല്ലേ ആ കരൾ നശിക്കും. പഠിപ്പിച്ചു തന്ന പോലെ ഡയലോഗും പഠിപ്പിച്ചു തന്ന പോലെ
മനോഹര, അവിശ്വാസ പ്രമേയം പോലും വേണ്ട. ഞാൻ ഇപ്പോഴേ രാജിവെച്ച് പുറത്തു പോവുക ഒടുങ്ങാനായിട്ട്. എടാ, ഈ നാടകം തുടങ്ങുന്ന മുമ്പ് നിങ്ങളുടെ കാര്യം പറഞ്ഞോ. ഈ നാടകത്തിൽ നല്ലൊരു സന്ദേശം ഉണ്ടെന്ന്. ഈ നാടകം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കുടി നിർത്തുമെന്ന്. ഞാൻ കുടി നിർത്തി. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആശാ കുടി നിർത്താത്തേ? എടാ, ഞാൻ നാടകം കാണുകയല്ലോ. നാടകം ഇവിടെ നിന്ന് കളിക്കുകയല്ലേ. ഞാൻ കളിക്കുന്ന ഈ നാടകം ഞാൻ എന്തെങ്കിലും അവിടെ ഇരുന്ന് കണ്ടാൽ അന്ന് ഞാൻ എന്റെ കുടി നിർത്തും. എടാ, പിന്നെ നിങ്ങളൊക്കെ ആരാ? നാടകക്കാരാണേ ഞങ്ങൾ, തെരുവ് നാടകമാ. മദ്യം കഴിക്കാതെ നിങ്ങൾ മുട്ടമാലും കഴിക്കേ.